ഡീ സംശയരോഗം മാത്രമാണെങ്കിൽ പോട്ടേന്ന് വെക്കായിരുന്നു. ഇത് പക്ക സൈക്കോ. മടുത്തെനിക്ക്. മിക്കവാറും ഞാൻ വല്ലവൻ്റെ കൂടി ഒളിച്ചോടി പോവും. നീ എന്തിനാ വല്ലവൻ്റെ കൂടെ പോന്നെ? കൊച്ചിയിലേക്കല്ലേ പോണേ? അവിടെ നിന്റെ എക്സിരിപ്പില്ലേ? ബെസ്റ്റ്. ആ കാട്ടുകോഴി നിന്റെ പട്ടിക്ക് വേണം. അങ്ങനൊന്നും അല്ലല്ലോ അന്ന് പറഞ്ഞത്. അവരെ മിസ് ചെയ്യുന്നു, ആ ലൈഫ് മിസ് ചെയ്യുന്നു, എന്തൊക്കെയായിരുന്നു. ആ അതൊക്കെ ഒരു കാലം. വളരെ വൈബ്. ആ നീ വന്നിട്ട് വേണം ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ. ഒരു മിനിറ്റ്. എന്താ സ്ട്രെച്ചിങ് രാവിലെ ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് വൈകുന്നേരം ഒന്ന്. ഇപ്പൊ ഓക്കെ. മനസ്സിലായി. ക്ലോസ് യുവർ ഐസ്. എന്തിന്? വേണ്ട. ഹാപ്പി ആനിവേഴ്സറി. ഓപ്പൺ. നമ്മുടെ ദാമ്പത്യം എന്താ ഇത് ബാഗിൽ വെച്ചോ. നല്ലതാ, ബാഗിൽ തന്നെ വെക്കണം, അപ്പോഴാ നല്ലത്. യു നോ, ഫോർ അവർ പ്രോസ്പെരിറ്റി. പ്യാർ കെ ലിയേ. ഞാൻ വെക്കണോ? വേണ്ട, ഞാൻ വെച്ചോളാം. പിന്നെ എന്തെങ്കിലും? പിന്നൊന്നും ഇല്ലല്ലോ. അപ്പൊ ഗുഡ് നൈറ്റ്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, അമേരിക്കയിൽ അമ്മാവൻ എത്ര പ്രാവശ്യം വിളിച്ചിട്ടും ഞാൻ അമേരിക്കയ്ക്ക് പോകാണ്ടിരിക്കാനും കറക്റ്റായിട്ട് കൊച്ചിയിൽ തന്നെ വരാനും നമ്മൾ തമ്മിൽ പിന്നെ കാണാനും എല്ലാം ഒരു നിമിത്തം പോലെ തോന്നണല്ലേ. ഈ ഡ്രസ്സല്ലേ 2 വർഷം മുമ്പ് ജൂഹു ബീച്ച് പോയപ്പെട്ട് അന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നല്ലോ. ക്യാപ്ഷൻ വരെ ഞാൻ ഓർക്കുന്നുണ്ട് കൃത്യമായിട്ട്. സൺ കിസ്ഡ്. ഞാൻ കുറച്ച് തീ ഇട്ടിരുന്നു. തീയോ? ആ, മറ്റേ ഇമോജി ഫയർ. സാമിന് ഇതൊക്കെ ഓർമ്മയുണ്ടോ? പഴയ ഇഷ്ടങ്ങളൊക്കെ മാറി അല്ലേ? അതെ, ഇവിടെ ഭയങ്കര ഡിസ്ട്രാക്ഷൻ. നമുക്ക് എൻ്റെ ഫ്ലാറ്റിലേക്ക് പോയാലോ? അവിടെ ആരുമില്ല, കുറച്ച് ഫ്രീ ആയിട്ട് സംസാരിക്കാം. അത് ഇന്ന് ഞാൻ പൂട്ടും. ഇതാണല്ലേ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആഫ്റ്റർ എ ലോങ് ടൈം. നമ്പ്യാരെ, പണ്ടത്തെ പോലെ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. നമുക്ക് തെളിവ് വേണം. സബൂത്ത്. വി നീഡ് എ റെഡ് ഹാൻഡ് ക്യാച്ച്. സാറേ, ANC എന്ന് പറഞ്ഞപ്പം ഒരു ഷൂട്ടൗട്ട്, ഒരു എൻകൗണ്ടർ, ഒരു ചേസ്, ഇതൊക്കെ പ്രതീക്ഷിച്ച് എനിക്ക് ഇതുപോലെ മാതിരി വിളിക്കണം. ഹലോ സാർ. എന്തായടോ തന്റെ വീക്ഷണം? ഞാൻ വീക്ഷിക്കുന്നുണ്ട് സാർ, വീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നല്ലവണ്ണം നല്ലപോലെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മൂത്രം പോലും ഞാൻ ഇവിടെയാണ് ഒഴിച്ചത് സാർ. ഒന്ന് പറഞ്ഞു തൊലക്ക്. ഇപ്പൊ അവരെന്താ ചെയ്യണത്? സാറേ, അവര് പോയി. തന്നെ കൊണ്ട് എന്തിനു കൊള്ളാടോ പേവക്കൂഫ്. അയ്യേ, ഇതൊക്കെ ആരെങ്കിലും ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കൊടുക്കൂ? ഞാനായിരുന്നു പ്രിയ കല്യാണം കഴിച്ചിരുന്നെങ്കിലുണ്ടല്ലോ. പ്രിയയോ? അല്ല, ഇഷേ, പ്രിയപ്പെട്ട ഇഷേ കല്യാണം കഴിച്ചിരുന്നെങ്കിലുണ്ടല്ലോ. കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ഇതേപോലത്തെ ഡിസ്കമ്പി പ്രതിമയൊന്നുമല്ല, നല്ല ഉഗ്രം ഗിഫ്റ്റ് ചെയ്യാൻ തന്നെ. ഒരു മാറ്റവും ഇല്ലല്ലോ ഇപ്പോഴും. അത് വിട്. നീ എന്താ കല്യാണം കഴിക്കാഞ്ഞ്? അതല്ലേ, നീ പോയതിനു ശേഷം നിന്നെ പോലെ നല്ലൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ കിട്ടണ്ടേ? എന്തോ, നീ എന്നെ പ്രേമിച്ചോണ്ടിരുന്ന കാലം മുതൽ അറ്റ് ദ ടൈം നിനക്ക് എത്ര ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഹലോ ഹലോ എടി, ഒരു മിനിറ്റ്, കേൾക്കുന്നുണ്ടോ? ഇപ്പോഴും ഓർമ്മയുണ്ടത്ര. ഹലോ, എവിടെയാ? ഞാൻ അവന്റെ ഫ്ലാറ്റില്. സോ ഫാസ്റ്റ്. നിന്റെ കാട്ടുകോഴി എന്ത് പറയുന്നു? കൊത്തി തുടങ്ങിയോ? അളിയനൊന്ന് എറിഞ്ഞ് നോക്കി വല്ലോ നടക്കുമെന്നറിയാം, ഇൻഡയറക്ട്ലി. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? നടക്കില്ല എന്ന് പറഞ്ഞു, അല്ലാണ്ടെന്ന് പറയാൻ. അടക്കൂലെന്ന് പറഞ്ഞാ അടക്കും. ആണ് ഫീമെയിൽ സൈക്കോളജി. ആയിരുന്നല്ലോ. എന്താടാ? അതെ, ഒരു 5 മിനിറ്റ് ഇവിടെ തന്നെ ഇരിക്കും. ഞാനിപ്പോ ഒരു അർജന്റായിട്ടൊരു സാധനം മേടിക്കാണ്ട്. അപ്പൊ നമുക്ക് പോകണ്ടേ സാം? ഇവിടെ ഇരിക്കിവിടെ. ഇപ്പൊ ഒരു 5 മിനിറ്റ് പോരാ. ഒരേപോലത്തെ 2 ലാപ്ടോപ്പ് എല്ലാവർക്കും മാറിപ്പോ. പിന്നെ എല്ലാരും പണി ഇതല്ലേ. നീ മിണ്ടായി ഇത് പിടിച്ചേ. ഇതെവിടെ ഉണ്ടോ നോക്കി. അവിടെ നോക്കണേ. ഇവിടെ ഒന്നും ഇല്ലടാ. കിട്ടിടാടാ. എവിടെ? അവിടെ റൂമിലുണ്ടായി. നീ വേഗം നോക്കി. ഒന്നാമത് സമയമില്ല. മേട്ടാവൻ പുറത്തിറങ്ങിയ അപ്പം പൊക്കിക്കോണം.
ഡാ അനിയനാന്ന് പറഞ്ഞ് നേരെ അങ്ങ് ചെന്നാലേ അവൻ വിശ്വസിക്കൂ. അതിന് അവന്റെ സമ്മതമായിട്ട് ചോദിക്കുന്നു. നിങ്ങൾ അവനെ പൊക്കിയെടുത്ത് അച്ഛന്റെ മുമ്പിൽ ഇട്ട് കൊടുക്ക്. ബാക്കി അച്ഛൻ തീരുമാനിക്കട്ടെ ഞാൻ പറഞ്ഞത് ശരിയാണോ അല്ലോ. ശരിയാന്നേൽ നീ മുത്താണ്. ഈ ബബീഷേട്ടൻ നിനക്ക് ചങ്ക് പറിച്ചു തരും. ഇനി ശരിയല്ലെങ്കിൽ നിന്റെ നട്ടല്ലേ ഊരും. എന്ന് പിടിച്ചേ. മൊത്തത്തിലൊരു കണക്ഷൻ കിട്ടുന്നില്ലല്ലോ. അപ്പൊ പിന്നെ ഇന്നലെ നമ്മുടെ ഫ്ലാറ്റിൽ കയറി തല്ലാൻ വന്നവരാരാ? അതിപ്പോൾ എന്താ ആലോചിക്കാൻ? രാവിലെ ഹോസ്പിറ്റൽ വിളിച്ചല്ലേ? നമ്മളെ കൊണ്ട് കൊള്ളാത്തതുകൊണ്ട് പുള്ളി വേറെ ആളിറക്കിയിട്ടുണ്ടാവും. ഇതിനൊരു തീരുമാനമാവുന്നവരെ ജോസേന്റെ കൊണ്ടുകളിൽ നമ്മൾ അവനെ പ്രൊട്ടക്ട് ചെയ്യണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എൻ്റെ മൂക്കിടിച്ച് വിളിച്ചാൽ ആർക്കും ഒരു കുഴപ്പമില്ല അല്ലേ? ഓ ആയാലും വലിയ കാര്യമൊന്നുമില്ല. ചേട്ടാ ഇത് നിങ്ങളുടെ കുടുംബ പ്രശ്നമായി പോയി, അതുകൊണ്ട് ഞാൻ വിട്ട്. നീ പറയുന്നൊക്കെ ഉള്ളതാന്നോടെ? ഇവൻ ശരിക്കും എൻ്റെ അനിയനാ? ബബീഷയുടെ ക്ലാരിറ്റി ഇല്ലാതെ എന്തെങ്കിലും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ ChatGPT കേട്ടിട്ടുണ്ടോ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഈ സാധനമൊക്കെ വെച്ച് സയന്റിഫിക് ആയിട്ട് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാണ് ഞാൻ ഇത്. അല്ല വെറുതെ അല്ല. ഡേയ് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയെ പറ. ഓ ബബീഷേട്ടാ, അവൻ്റെ ID കാർഡിലെ ഫോട്ടോ ഉണ്ടല്ലോ, നിങ്ങൾ ആ വീട്ടിൽ ചുമരി തൂക്കിയിരിക്കുന്ന അതേ സാധനം. ചുമറില്ല? ഡിറ്റോ അത് തന്നെ. അവിടെ നിന്നാണ് എനിക്ക് ഈ സ്പാർക്ക് കിട്ടിയത്. പിന്നീട് അവൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ, ഫ്ലിക്കർ, ടിൻഡർ, എന്തിനും അവൻ്റെ നിക്കർ വരെ ഞാൻ തപ്പി. പക്ഷെ ഫ്രണ്ട്സിൻ്റെ അല്ലാണ്ട് ഫാമിലിയുടെ ഒരു ഒറ്റ ഫോട്ടോ പോലും അവൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. ആ ഒരു അന്വേഷണമാണ് എന്നെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. ഇവര് ആരാരി പറഞ്ഞത്? പ്രേമേട്ടാ, നിങ്ങളോട് ഞാൻ വന്ന ദിവസം തന്നെ പറഞ്ഞാണ് ആ പപ്പൻ്റെ കാര്യം. നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. അളിയാ ദേ ഇവന് പ്രാന്ത. അയാൾക്ക് ഏതാണ്ട് 19 വയസ്സുണ്ട്. ഹാ, ഇയാൾ എന്ത് തേങ്ങയാണ് പറയുന്നത്? പപ്പന് മാക്സിമം ഒരു 22 വയസ്സുണ്ടാവും അല്ലേ? 22 വയസ്സാ? ഹലോ മിസ്റ്റർ ആൽക്കഹോളിക്. യെസ്. നിങ്ങൾ പറയുന്ന ആള് മസ്താൻ ബായ്. അവിടെ അടി കൊണ്ട് അറന്നേനെ പോലെ കിടക്കുന്നത് ജീവൻ. ദ അതർ വൺ ഈസ് സാം. ഇതാണ് ഇവിടുത്തെ പോപ്പുലേഷൻ. ഓക്കെ. അപ്പം മൊത്തത്തിൽ എത്ര പപ്പന്മാരുണ്ട്? ഇയാളെ ഞാൻ എന്ത് പറഞ്ഞ മനസ്സ്. ഇത് കണ്ടോ, ഇവനാണ് ഞാൻ പറഞ്ഞ പപ്പൻ. എന്നാ നോക്ക്. ഇവനാ? ചേട്ടാ ഇവനെ അന്വേഷിച്ചല്ലേ നമ്മൾ ഈ കണ്ട നടപ്പുഴ നടന്നത്? ആരെ? ഇവനെയാ? പിന്നല്ലാണ്ട് ഇവനെ പന്നത്തേണ്ടി എന്റെ മൂക്കിടിച്ച് വരുത്തിയത്. ഇവനന്വേഷിച്ചാണ് ജോസനെ നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. എനിക്ക് ഇവനെ ഇപ്പൊ വേണം. 2 ബെഡ്റൂമിൽ ഓരോ ക്യാമറ വെക്കണം. അവൻ ആസ്ഥാന കോഴി ആയതുകൊണ്ട് ഏതെങ്കിലും പെണ്ണിനെയും വിളിച്ച് റൂമിൽ കയറാതിരിക്കില്ല. എന്നാൽ ഇവൻ ഇതിനിടയ്ക്ക് എപ്പോൾ കയറിയിരുന്നു? ആരാത്? പ്രേമേട്ടാ, കിട്ടിയ അടിയുടെ കണക്കനുസരിച്ച് മിനിമം 2 ദിവസം കഴിഞ്ഞ് അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങും. ഓൾ സേഫ്. തുറന്നു. ആ അല്ല ഞാൻ ഒന്നും ഇവിടെ അടിക്കടാ. ഭാഗ്യം പിള്ളേർ അവർ എന്തായാലും സ്പോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി അവിടെ നിൽക്കുന്നത് സേഫ് അല്ല. മസ്താംബായ് ചായ. ഓ താങ്ക്സ്. തളിയ ടീ സാപ്പിടും. മസ്താംബായ് നമുക്ക് ഇതേപോലെ ഒരു ചായക്കടയൊക്കെ ഇട്ട് ജീവിച്ചൂടെ? ആ ബാഗ് കൊണ്ടതിനൊന്നും വരാൻ പോണില്ല ബായ്. ഇപ്പൊ വിളിച്ചത് അയാളാ. ആള് സ്ഥലത്തെത്തിയിട്ടുണ്ട്. ബാഗൊക്കെ നാളെ കിട്ടും. ഒരു ഉച്ചയോടുകൂടി ഞാൻ പോകാമെന്ന് വിചാരിക്കുന്നു. നാളെയാ? അയ്യോ ഇത്ര പെട്ടെന്ന്? എന്തൊക്കെയായാലും പോണല്ലോ. അളിയാ പപ്പ നാളെ കാലത്ത് 5 മണിക്ക് പോവത്തെ, നീ നോക്കിക്കോണം. എടാ, നീയാണ് പൂക്കളത്തിന്റെ പ്രസിഡന്റ്, നീയാണ് സെക്രട്ടറി. മറന്നു പോകരുത്. നാളെ സതീശനാ മാവേലി. അത് പൊളിക്കും. ശരി ശരി ബൈ. കുറച്ച് ദിവസം കൂടെ നിന്നിട്ട് പോയാൽ പോരെ? കടക്കാരെ പേടിച്ചാണെങ്കിൽ നമുക്ക് സെറ്റാക്കാം. അത് നിങ്ങളെ കൊണ്ട് കൂട്ടിയാ കൂടില്ല പപ്പ. അത് തന്നെയല്ല, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വേറെ ഡീൽ ചെയ്യാനില്ലേ? അതിന് പിന്നെ എന്തെങ്കിലും മൊഴിയണ്ടേ? എടാ വെറുതെ പഞ്ച് ഡയലോഗ് പോലെ ഞാൻ വരുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് അവളെ പോയിട്ട് പെട്ടെന്ന് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വരാമെന്ന്. സൂപ്പർ ഐഡിയ. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് 4-5 വണ്ടി ആൾക്കാരായിട്ട് അവളെ വീട്ടിലോട്ട് ഇടിച്ചു കയറാം. എന്നിട്ട് അവരൊക്കെ പിടിച്ചിടിക്കാം. അതാകുമ്പോൾ കളർഫുൾ ആയിരിക്കും. കൂടെ ഒരു ആംബുലൻസും പറഞ്ഞു. സന്തോഷം എന്നൊക്കെ പറയുന്നത് ഒരു ചോയ്സാണ്. കൃത്യസമയത്ത് അത് തിരഞ്ഞെടുത്തില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ റിഗ്രറ്റ് ചെയ്യേണ്ടി വരും. ഞാൻ അന്നേ അവന് സൂചന കൊടുത്തതാ. അപ്പൊ അവൻ എന്റെ നെഞ്ചത്ത് കയറി. ചുമ്മാ ഇല്ലടാ, അവൻ കേൾക്കും. അത് എനിക്കെന്ത്? അവളവനെ കെട്ടിപ്പിടിച്ച് ചുമ്മാ വയ്ക്കുന്ന നാട്ടുകാർ വീണ് കണ്ടതാ. പിന്നെ ഞാൻ പറയുന്നതാണോ പ്രശ്നം? അത് വീഡിയോ കോൾ എടുത്താണെങ്കിൽ വേറെ കുറേ എണ്ണം. പിന്നെ ഷാർജ കപ്പല്ലേ അവിടെ നടക്കുന്നത്, ലൈവ് ഇരുന്ന് കാണാൻ വേണ്ടി. എടാ നീ ഒന്ന് നിർത്ത്. ഷംസു,
അവനിനി വേണ്ട. I wanna see you stake still high in the sky. I wanna see you twist and never ask me why. I wanna see a hustler seize the whistle of a wind. I wanna see you gain a cause from revelation and right. I wanna see. എൻ്റെ വില്ലനാവൻ റോണി തീരുമാനമെടുത്ത ആ രാത്രി കഥയുടെ ഗതി തന്നെ മാറ്റാൻ കെൽപ്പുള്ള മറ്റു ചിലർ കൂടി ഈ നഗരത്തിലെത്തിയിരുന്നു. I wanna see you stake still high in the sky. I wanna see you twist and never ask me why. നാളെയാണ് ഞാൻ പറഞ്ഞ ദിവസം, എൻ്റെ ലൈഫിലെ എക്സ്ട്രാ ഓർഡിനറി ഡേ. I wanna see.